ഹായ്, ഞാൻ സുബിൻ VR. 10 ലക്ഷം രൂപയിൽ കൂടുതൽ സംഖ്യ നിങ്ങൾ ക്യാഷ് ആയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് എന്ന് കരുതൂ. അല്ലെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ രൂപ നിങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള നോട്ടീസും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ക്യാഷ് ഡെപ്പോസിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ പലപ്പോഴായിട്ട് നിക്ഷേപിക്കുകയാണ് എന്ന് കരുതും. അതായത് ഈ 10 ലക്ഷം രൂപ നിങ്ങൾ ക്യാഷ് ആയിട്ട് ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം എന്നില്ല. പലപ്പോഴായിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താലും മതി. ഉദാഹരണത്തിന് 50,000-ഓ 2 ലക്ഷമോ 3 ലക്ഷമോ അങ്ങനെ CDM വഴിയോ അല്ലെങ്കിൽ ബാങ്കിലൂടെയോ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആ ക്യാഷ് ഡെപ്പോസിറ്റിന്റെ ടോട്ടൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻകം ടാക്സ് നോട്ടീസ് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 285BA പ്രകാരം ഇതുപോലെയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്സുകളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഡെപ്പോസിറ്റ് നടത്തിയിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നോട്ടീസ് ലഭിക്കും. അങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ക്യാഷ് ഡെപ്പോസിറ്റിന്റെ സോഴ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണ്, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ കോൺസിക്വൻസസ് ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വരുമാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ആ വരുമാനത്തിന് നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായും അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടും വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരാളുടെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് 1 കോടി രൂപയ്ക്കാണ്. പക്ഷേ ഇതിൽ ഡോക്യുമെന്റിൽ, അതായത് ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് വെറും 60 ലക്ഷം രൂപ മാത്രമാണ്. 40 ലക്ഷം രൂപ അദ്ദേഹം ക്യാഷ് ആയിട്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാഷ് ആയിട്ട് കിട്ടിയിരിക്കുന്ന പൈസ ഇദ്ദേഹം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്ന് കരുതൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. അപ്പോൾ നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ സോഴ്സ് എന്ന് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് ഇതിൽ സോഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 40 ലക്ഷം രൂപ ഒന്നുകിൽ ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ 40 ലക്ഷം രൂപ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പ്ലെയിൻഡ് മണി എന്നൊരു ലേബലിൽ ടാക്സ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ടാക്സ് ലാബിലേക്കും പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള സോഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇത്തരം ക്യാഷ് ഡെപ്പോസിറ്റുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ടൈം ഡെപ്പോസിറ്റ്സ് എന്നുള്ളൊരു വേർഡാണ് പലപ്പോഴും ഇൻകം ടാക്സ് നോട്ടീസുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് കഴിയുക. നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കരുതുക. അല്ലെങ്കിൽ ഏതെങ്കിലും NBFCകളിലോ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഡിബഞ്ചേഴ്സോ ബോണ്ടോ അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ്സുകളോ ഉണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയേണ്ടത് എന്താണ് ഈ ഡെപ്പോസിറ്റുകളുടെ സോഴ്സ് എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 25 ലക്ഷം രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കരുതുക. ഒരു പക്ഷേ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട്. അപ്പോൾ ആ സോഴ്സ് കാണിച്ചുകൊണ്ട്, ആ സോഴ്സിന്റെ എക്സ്പ്ലനേഷൻ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻസ് റെസ്പോൺസ് ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ NRI ആയിരിക്കാം. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ NRI ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ സാധാരണ ഡെപ്പോസിറ്റ്സ് എന്നുള്ള ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാ NRIസിനും 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ NRI ഡെപ്പോസിറ്റ്സുകൾക്ക് പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾ NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് NRI ഡെപ്പോസിറ്റ്സുകളാണ്, നിങ്ങൾ നാട്ടിൽ വേറെ വരുമാനങ്ങൾ ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻസ് റെസ്പോൺസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഇതിന്റെ സോഴ്സ് എന്താണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നോട്ടീസ് അവിടെ വെച്ച് തന്നെ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഫയൽ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിലൊരു പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും NRIസിന്റെ കേസിൽ ബാങ്കിൽ നിന്നുള്ള ഒരു
കൺഫർമേഷന് പുറമെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ വിസയുടെ കോപ്പി നിങ്ങൾ NRI ആണ്, നിങ്ങൾ 182 ഡേയ്സിന് കുറവ് മാത്രമാണ് ഇന്ത്യയിൽ താമസിച്ചത് എന്ന് കാണിക്കുന്നതിനുള്ള രേഖകളടക്കം ഒരു പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ ഡെപ്പോസിറ്റുകളുടെ സോഴ്സ് എന്താണ്? ഇത് ടാക്സബിൾ ആണോ അല്ലെങ്കിൽ ടാക്സബിൾ അല്ല? ഈ ഡെപ്പോസിറ്റുകളുടെ സോഴ്സ് ടാക്സബിൾ ആണ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ വരുമാനം നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. NRE ഡെപ്പോസിറ്റ്സുകൾ പോലെ ടാക്സബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റീസൺ പറഞ്ഞുകൊണ്ട് റെസ്പോൺസ് ഷീറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം നോട്ടീസുകൾ വരുമ്പോൾ അത് കാഷ്വൽ ആയിട്ട് കാണാതെ തീർച്ചയായിട്ടും അതിന് റെസ്പോൺസ് ഷീറ്റ് ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ ആ പ്രൊസീഡിംഗ്സ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 10 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അത് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിരിക്കണം. നമ്മളുടെ ആദ്യം പറഞ്ഞ കേസിൽ അത് ക്യാഷ് ഡെപ്പോസിറ്റ് തന്നെ ആയിരിക്കണം. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി അല്ലെങ്കിൽ RTGS NEFT വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ 10 ലക്ഷം രൂപയിൽ കൂടുതലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് അത് മോണിറ്റർ ചെയ്യുന്നില്ല. അത്തരം ട്രാൻസാക്ഷൻസിന് നോട്ടീസ് വരാനും സാധ്യതയില്ല. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.